ഇതെല്ലാവർക്കും മനസ്സിലായി. ടിയാൻ പോലുള്ള സിനിമയല്ല. അതെ. അല്ലാതെ പറയണോ? ഞാൻ വിഷമിച്ച കാര്യമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഇൻസ്റ്റാഗ്രാം മറ്റേ സെർച്ച് പ്രൊഫൈൽ പോയ ഫുള്ള് ഫിറ്റ്നസ്, ഫുട്ബോൾ. അപ്പോൾ സായിഷ വന്ന് നോക്കിയാൽ അവിടെ ഫോണിൽ വന്നിട്ട് ഫുൾ ഡാൻസും മറ്റേ റീൽസും. മോസ്റ്റ്ലി ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഫിറ്റ്നസ് ആൻഡ് മോസ്റ്റ് അബൌട്ട് സം ഐ ലവ് ഫുട്ബോൾ. മുരളിച്ചേട്ടൻ്റെ സിനിമ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാലേ പറയും എന്തോ വലിയ എന്തോ വിവാദം ഉണ്ടാക്കാമെന്ന് പോലും. അങ്ങനെയൊന്നും അല്ല. ഷാർപ്പട്ട പടം കണ്ടതിന് ശേഷം സോ മെനി പീപ്പിൾ ഐ ഡോണ്ട് നോ ആ പടം കണ്ടതിന് ശേഷം ദേ ട്രാൻസ്ഫോം ദംസെൽഫ്. ഒരു ഡൗൺഫോളിൽ ഉണ്ടായിട്ട് ദെൻ ദേ കം അപ്പ്. സോ അവർ വന്നിട്ട് ദേ കം ആൻഡ് ടെൽ മീ ഞാൻ ഭയങ്കര ഒരു ഡൗൺഫോളിലായിരുന്നു. പടം കണ്ടതിന് ശേഷം ഐ woke up, I started training. People, I'm very happy. Thanks for അങ്ങനെ പറയുമ്പോൾ ഫീൽ വെരി ഗ്രേറ്റ്. അനന്തങ്കാടിന്റെ വിശേഷങ്ങളുമായി എനിക്കൊപ്പം സംവിധായകൻ GN കൃഷ്ണകുമാർ, ആര്യ ആൻഡ് അപ്പാനി ശരത്. വെൽക്കം ടു മലയാളം സിനിമ. താങ്ക് യു. ഞാൻ ആദ്യം 2-3 കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുകയാണെ. ഒന്ന്, 2013 രാജാറാണി ഇറങ്ങിയത്. അതേ ആര്യ തന്നെ. ഇതെങ്ങനെ ഇരിക്കണേ? I think അറിയില്ല. 13 വർഷമായില്ലേ? 13 വർഷമായി. Still the same. That's so sweet of you. Thank you so much. മലയാള സിനിമയിലേക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷം വരുന്നതിൽ ഒരുപാട് സന്തോഷം. Thank you. അപ്പം അനന്തങ്കാടിന്റെ ഭാഗമായി എങ്കിലും ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഈ ഒരു ഹോം കമ്മിങ് ഇത്രയും വൈകിയത്? വൈകിയതെന്നല്ല, അത് പടങ്ങൾ ചെയ്യാൻ തുടങ്ങിയ മുതൽ തമിഴ് പടങ്ങൾ കുറേ ചെയ്യാൻ തുടങ്ങി. സോ മലയാളം പടം ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു. ബട്ട് കറക്റ്റായ ഒരു കോണ്ടാക്റ്റോ കറക്റ്റായ ഒരു ഇത് സെറ്റായിട്ടില്ല. ദെൻ സ്ലോലി സ്റ്റാർട്ട്. ഉറുമിയായിരുന്നു ഫസ്റ്റ് ഒരു മലയാളത്തിലുള്ള ഒരു ഫസ്റ്റ് ടൈം ഒരു കണക്ഷൻ. സോ പിന്നെ ഓഗസ്റ്റ് സിനിമാസിൻ്റെ കൂടെ ചേർന്ന് നമ്മൾ കുറച്ച് പ്രൊഡക്ഷനൊക്കെ ചെയ്തിരുന്നു. സോ ആ പ്രൊഡക്ഷൻ ചെയ്യുന്ന പടത്തിൽ എന്തെങ്കിലും ഒരു 5 day ക്യാരക്ടർ, ഒരു 10 day ക്യാരക്ടർ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. കൺ ബ്രേക്ക് ആൻഡ് കം. സോ അങ്ങനെ ചെയ്ത് ദെൻ ഫൈനലി നമ്മൾ മലയാളത്തിൽ ലോഞ്ച് ആകുമ്പോൾ ഒരു ഹീറോ ആയിട്ട് ലോഞ്ച് ആകുന്നുണ്ടെങ്കിൽ ഒരു കറക്റ്റായ ഒരു പടം വേണം. ഓഡിയൻസിൻ്റെ എക്സ്പെക്റ്റേഷൻ കുറച്ച് ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് ഒരു 30-40% അതിൻ്റെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യണം. അങ്ങനെയുള്ള ഒരു ചെറിയ ക്രൈറ്റീരിയ ഒക്കെ ഉണ്ടായിരുന്നു. സോ ബട്ട് വെൻ ദിസ് ഫിലിം കെയിം, അനന്തൻകാട്, മുരളി ചേട്ടൻസ് സ്ക്രിപ്റ്റ് ആൻഡ് ഹി വാസ് ഡയറക്ടിങ് ഇറ്റ്. അതിൽ ഈ പടത്തിൽ വന്നിട്ട് ഒരു തമിഴ് ക്യാരക്ടർ ട്രിവാൻഡ്രം വരുന്നതാണ് കഥ. സോ ഐ തോട്ട് ദിസ് ഈസ് ആപ്റ്റ്. ഓഡിയൻസ് എന്നെ പൊതുവെ എന്നെ കാണുന്നതെന്ന് വെച്ചാൽ ഒരു തമിഴ് ആക്ടറായിട്ടാണ് കാണുന്നത്. സോ ഞാൻ ഈ പടത്തിൽ തമിഴ് സംസാരിക്കുമ്പോൾ ഇറ്റ് വിൽ നോട്ട് ബി ടു എവേ. സോ ഐ തിങ്ക് ദേ വിൽ ഐഡൻറ്റിഫൈ മീ ബെറ്റർ. സോ ആ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. ആൻഡ് ദ സ്കെയിൽ ഓഫ് ദ ഫിലിം ഇസ് ബിഗ്. കുറേ നല്ല ഓൾ വെരി ഇമ്പോർട്ടൻറ്റ് ആക്ടേഴ്സ് ഫ്രം മലയാളം. സോ അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് വരുമ്പോൾ ഐ തോട്ട് ദിസ് ദ റൈറ്റ് ഫിലിം. ഐ തോട്ട് എങ്കിലും ഈ ഒരു വെയിറ്റിംഗ് ഉണ്ടായ ഒരു പീരീഡ് ഉണ്ടല്ലോ, അത് നല്ലോണം തന്നെ ഉണ്ടായിരുന്നു. അതായത് എനിക്ക് ചെയ്യണം ആ ഒരു സംഭവം. എന്നെ വെയിറ്റിംഗ് ആക്ച്വലി മൈ ഫാമിലി വാണ്ടഡ് മീ ടു ഡു എ മലയാളം ഫിലിം. സോ ഇപ്പോൾ ഗ്രേറ്റ് ഫാദറിലൊക്കെ മലയാളം സംസാരിക്കുമ്പോൾ ദേ വർ വെരി ഹാപ്പി. സോ യാ, ഫുൾ ഫ്ലെജ്ഡ് മലയാളം ഇറ്റ്സ് എ ലോങ് ടൈം. യാ, ഓക്കെ. എങ്കിലും ഒരു ഫസ്റ്റ് ഒരു യെസ് പറഞ്ഞത് എന്ത് ഫാക്ടർ കണ്ടിട്ടാ? ഐ തിങ്ക് ദ സ്ക്രിപ്റ്റ്, ദ ഐഡിയ വന്നിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ദെൻ ഹി സെഡ് ഫുൾ കഥ ഞാൻ ഡെവലപ്പ് ചെയ്തിട്ട് എനിക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ദെൻ ആഫ്റ്റർ 6-7 months വി മെറ്റ് അഗൈൻ. 6-7-8 months ആയിരുന്നു. 8 months പടം നെറേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഹാഫ് വാസ് ഓവർ. ഐ വാസ് വെരി ഹാപ്പി. ഓക്കെ, ഈ പടം എന്തായാലും ചെയ്യുന്ന കൺഫേം ചെയ്തതാണ്. ദെൻ ദ സെക്കൻഡ് ഹാഫ്, ദെൻ എവറിത്തിങ് ഫെൽ ഇൻ പ്ലേസ്. പ്രൊഡ്യൂസർ വിനോദ്, സോ അവരോട് മറ്റേ എനിമി എന്ന് പറഞ്ഞിട്ടൊരു പടം ചെയ്തിരുന്നു പ്രൊഡക്ഷനിൽ. സോ ഹി വാസ് എ പ്രൊഡ്യൂസർ. സോ ഹി വാസ് വെരി കോൺഫിഡൻറ്റ് അബൌട്ട് ദ ഫിലിം. സോ അങ്ങനെ ഐ തോട്ട് വിൽ ഡു ഇറ്റ്. ഓക്കെ. ഈ ഒരു ഫിലിം ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തെ തന്നെ നായകനാക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ എഴുതിയ സ്ക്രിപ്റ്റ് ആണോ, അതോ എങ്ങനെയാണ് എത്തിച്ചത്? എന്തുകൊണ്ടാണ് ആ നായക കഥാപാത്രത്തിന് ഇദ്ദേഹത്തിൻ്റെ മുഖം വന്നത്? ഇത് എഴുതുന്ന സമയത്ത് തമിഴിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് വരുന്ന, തമിഴ്നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന ഒരു ക്യാരക്ടറാണ് ഈ വെട്രി എന്ന് പറയുന്ന അരിസർ ചെയ്ത ക്യാരക്ടർ. അപ്പോൾ അത് എഴുതുന്ന സമയത്ത് തന്നെ അങ്ങനെ തമിഴിലുള്ള ഒരാൾ വേണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ആദ്യത്തെ ഡിസ്കഷനിൽ തന്നെ, ഞാൻ മുരളിച്ചേട്ടനുള്ള ഡിസ്കഷൻ തന്നെ ആരി സാർ എന്ന് പറയുന്ന ഒരു ആളിലേക്ക് എത്തി. അവൻ്റെ പ്രൊഡക്ഷനും ആ സമയത്തുണ്ട്, വിനോദ്. അപ്പോൾ വിനോദും ആരി സാറും തമ്മിൽ നല്ല അടുപ്പമാണ്. അങ്ങനെ വിനോദിനോട് പറഞ്ഞ് എത്തുകയായിരുന്നു. അല്ലാതെ വേറൊരു ചോയ്സിലേക്കോ അല്ലെങ്കിൽ വേറൊരാളിലേക്കോ പോയിട്ടില്ല. അത് ടിയാനിന് ശേഷം വീണ്ടും മുരളിച്ചേട്ടൻ്റെ കൂടെ ഒന്നിക്കുകയാണ്. ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഇത്തവണ എന്താണ് വ്യത്യസ്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക ഈ അനന്തങ്കാടിൽ? അങ്ങനെ വ്യത്യസ്തമായിട്ടൊന്നുമല്ല. ഇപ്പം ടിയാനിന് ശേഷം ടിയാൻ
അങ്ങനെ ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ടിയാൻ പോലൊരു സിനിമ, ആ സബ്ജക്റ്റും അങ്ങനെ ഒരു സിനിമ, അത് എത്രത്തോളം എല്ലാവരിലേക്ക് എത്തും എന്നുള്ള അങ്ങനെയൊന്നും നോക്കിയിട്ടല്ല. ആ സിനിമ അത് അങ്ങനെ ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതിനുശേഷം ടിയാൻ കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നൊരു സിനിമയാണ്. പക്ഷേ അത് കുറച്ച് മുരളിച്ചേട്ട തിരക്കും ഞാൻ തമിഴിലേക്കാണ് അടുത്ത സിനിമകൾ ചെയ്ത് രണ്ടുപേരുടെയും സമയം വന്നപ്പോഴാണ് ഇതിലേക്ക് വന്നത്. പക്ഷേ ഇത് ടിയാൻ പോലൊരു സിനിമയല്ല, ഇത് കുറച്ചുകൂടി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള എല്ലാവർക്കും റിലേറ്റ് ആവുന്ന ഒരു സിനിമയാണ്. അത് ചെയ്യണമെന്ന് ഞങ്ങൾ അന്ന് ടിയാൻ കഴിഞ്ഞപ്പോൾ ഡിസൈഡ് ചെയ്ത കാര്യമാണ്. അതിപ്പം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായിരുന്നു എനിക്ക് അറിയാണ്ടിരുന്ന സംഭവം. മനസ്സിലാകുമോ ഇല്ല? മനസ്സിലാകുന്ന സിനിമയായിരിക്കും. കാരണം ടീസറിൽ പറഞ്ഞു പോകുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതായത് ആ ഒരു പോയം പോലെ പറഞ്ഞു പോകുന്ന ഒരു ഭാഗം, അത് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് പാടുപെട്ടിരുന്നു. അതുകൊണ്ടാണ്. ആര് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അതിനുശേഷമാണല്ലോ ഈ ഒരു പടത്തിലേക്ക് വരുന്നത്. എന്തായിരുന്നു? ഓക്കെ. അപ്പാനി, ഇപ്പൊ ഇതുപോലെ നമ്മളിപ്പോ ഇതുപോലെ കാസ്റ്റ് ആൻഡ് ക്രൂവിന്റെ കൂടെ അനന്തങ്കാടിന്റെ ഭാഗമായിരിക്കുകയാണ്. അപ്പം അപ്പാനി എന്നുള്ള പേര് ലൈഫിന്റെ ഭാഗമായി കഴിഞ്ഞു. എങ്കിലും ഇതിലൊരു ക്യാരക്ടർ അധികം തമിഴ് ഫിലിംസ് വിട്ടു. ഫുൾ തമിഴ്. അപ്പോ അടുത്തതിന് വന്നിരിക്കുമ്പോ ഞാൻ തമിഴിലാണ് ഇന്റർവ്യൂ ചെയ്യേണ്ടത്, മലയാളം ചെയ്യാൻ പാടില്ല. ഇന്ന് കുറച്ച് മലയാളം. എങ്കിലും ശരി, അനന്തങ്കാടിന്റെ ഭാഗമായപ്പോണ്ടായ ഏറ്റവും വലിയ സന്തോഷം എന്തായിരുന്നു? ഏറ്റവും വലിയ സന്തോഷം ഇതിന്റെ സ്റ്റോറിയും സ്ക്രീൻ പ്ലേയും പിന്നെ ഡയറക്ടർ പിന്നെ ഈ ക്രൂവിനൊപ്പം വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ എൻ്റെ ക്യാരക്ടറും പറയുന്ന സിനിമയിൽ അത്രയും വലിയൊരു ഡെപ്ത് ഉള്ളൊരു ക്യാരക്ടറാണ്. ഒരു ആക്ടറെ സംബന്ധിച്ച് അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ കിട്ടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള ഏരിയ ഉണ്ടായിരുന്നു സിനിമയിൽ. അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. 25th ഇറങ്ങാൻ പോകുന്നു. അതെ, നേരത്തെ പറഞ്ഞ പോലെ അപ്പാനി പേരിന്റെ ഭാഗമായല്ലോ. പക്ഷേ അനന്തങ്കാടിലെ കഥാപാത്രം എങ്ങനെയായിരിക്കും നമ്മൾ ഓർക്കുന്നുണ്ടാവുക? ഇതേപോലെ പേര് വിളിച്ച് നമ്മൾ ഇതിനടുത്തേക്ക് ഉറപ്പായിട്ടും 100% അത് 100% ഉറപ്പുണ്ട് എനിക്ക്. കാര്യം ഞാൻ എനിക്ക് തോന്നുന്നു അങ്കമാലി ഡയറീസിന് ശേഷം ഞാൻ കുറേ സിനിമകൾ ചെയ്തു. പക്ഷേ എനിക്ക് വലിയ രീതിയിലൊരു എക്സ്പെക്റ്റേഷൻ ഉള്ളൊരു ക്യാരക്ടറാണ് ഈ പറയുന്ന അനന്തൻകാടിലെ എൻ്റെ ക്യാരക്ടർ. അത് ഓഡിയൻസ് ഏറ്റെടുക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ജാക്സൺ എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. ഇനി മുതൽ അങ്ങനെ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ അല്ലേ? ശരി, എന്ത് ജോണറിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും അനന്തങ്കാടിനെ? ഇതൊരു പൊളിറ്റിക്കൽ ഡ്രാമ ആണ്. പക്ഷേ ഈ പൊളിറ്റിക്കൽ ഡ്രാമ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സിനെ കുറിച്ച് ഇപ്പോൾ മുരളിച്ചേട്ടൻ്റെ സിനിമ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാലേ പറയും എന്തോ വലിയ എന്തോ വിവാദം ഉണ്ടാക്കാമെന്ന്. അങ്ങനെയൊന്നും അല്ല, പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒരു ആക്ഷൻ ഡ്രാമയാണ്, അത്രേ ഉള്ളൂ. പക്ഷേ പൊളിറ്റിക്സ് ഉണ്ട്. മുരളിച്ചേട്ടൻ്റെ സ്ക്രിപ്റ്റിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കാവോ അതെല്ലാം ഇതിലും ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പം പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ അത് അഫ്കോഴ്സ് അതിനു വേണ്ടിയാണ് ഞാനും സിനിമ ചെയ്യുന്നത്. ഓക്കെ, ശരി. ഉറുമിക്ക് ഇപ്പോഴും ഒരുപാട് ഫാൻസ് ഉണ്ട്. ആ ഒരു ഉറുമിക്ക് ശേഷം അല്ലെങ്കിൽ ഉറുമിക്ക് മുമ്പും മലയാളികൾ ഒരുപാട് ആരാധകരുള്ളതാണ്. പക്ഷേ എങ്കിൽ ഉറുമി തന്നൊരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അതിനെങ്ങനെ പറയാൻ പറ്റും? ഐ തിങ്ക് ഇറ്റ്സ് എ വെരി personal connect with Santosh Shivan sir, and I contacted the first Santosh Shivan sir, so very grateful to him. First എന്നെ ആ ക്യാരക്ടറിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാമെന്നുള്ള ഒരു കോൺഫിഡൻസിന് സാറിനുണ്ടായിരുന്നു. സോ ഐ ഡിഡ്ന്റ് നോ എനിബഡി ബിഫോർ ദാറ്റ്. അപ്പോൾ സെറ്റിൽ വന്നതിന് ശേഷം ഐ മെറ്റ് പൃഥ്വി, പിന്നെ ഷാജി, എല്ലാവരെയും ഞാൻ മീറ്റ് ചെയ്തത്. സോ മൈ ക്യാരക്ടർ സോളോ ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ക്യാരക്ടർ. സോ I completely went with Sir's guts, Santosh Shivan Sir's gut feeling. So, അപ്പോൾ ചെയ്യുമ്പോൾ I just did in that spirit. സ്പിരിറ്റിൽ ചെയ്തിട്ട് ഞാൻ പിന്നെ പോയി. Then I came, Prithvi only dub for me also because father character. So, പടം റിലീസായിട്ട് ഇങ്ങനെ എല്ലാവരും ഭയങ്കര അഭിപ്രായം പറയുമ്പോൾ I felt really good because ജസ്റ്റ് ചെയ്ത് ഒരു 3 days വർക്കായിരുന്നു. ചെയ്തിട്ട് ഞാൻ പിന്നെ പോയി. സോ ആഫ്റ്റർ റിലീസ് ഐ ഫെൽറ്റ് റിയലി ഹാപ്പി. സോ ഐ തോട്ട് ഓക്കെ നെക്സ്റ്റ് ടൈം ദെൻ സെഡ് നീ കുറേ ഇങ്ങനെ പടം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ദെൻ ഹി പുട്ട് മീ ഇൻ ടു ഓഗസ്റ്റ് സിനിമാസ്. ഷാജി സെഡ് അമ്മ ഒന്നായിട്ട് പടം ചെയ്യാന്ന് പറഞ്ഞിട്ട് ദാറ്റ്സ് വെൻ ഐ ഗോട്ട് ഇൻവോൾവ്മെന്റ് വിത്ത് മലയാളം സിനിമ. ഓക്കെ, ശരി. കരിയറിൽ ഒരുപാട് നല്ല പാട്ടുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ഇന്നും ആൾക്കാരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇന്നും ആൾക്കാർ ഓർത്ത് വയ്ക്കുന്ന ആ തീപ്പിടിക്ക തന്നെയായിരിക്കും. സ്റ്റിൽ അത് ആൾക്കാരുടെ ഒരു ഫേവറേറ്റ് അല്ലേ? എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതിപ്പോഴും എവിടെ പോയാലും അത് കളിക്കാനും പറ്റും, പറയാറുണ്ട് പറഞ്ഞിട്ടുണ്ട്. അന്നത് ചെയ്യുന്ന സമയത്തായ പോലും ഇപ്പം ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അത് ഓർക്കുന്നതിന് എന്താ പറയാൻ പറ്റുന്നത്? ഇല്ല, അത് ആക്ച്വലി ആ പടത്തിൽ വന്നിട്ട് 5 സോങ് ഉണ്ട്, അതെല്ലാം ഓൾ ബ്യൂട്ടിഫുൾ സോങ്സ്. സോ ബട്ട് പക്ഷെ 5 സോങ്ങിൽ 4 സോങ് വന്നിട്ട് ഹീറോയിനാണ്.
എനിക്കൊരു സോ ആ പടം കമ്മിറ്റ് ചെയ്യുമ്പോൾ വിഷ്ണുവർദ്ധൻ എന്നോട് പറഞ്ഞത് നിനക്ക് വന്നിട്ട് ഈ പടത്തിൽ ഒരു പാട്ടേ ഇല്ലു, പക്ഷെ എനിക്ക് നല്ല പാട്ട് തരാം. ഇപ്പൊ യൂഷ്വലി ഡയറക്ടർ പറയില്ല നല്ല പാട്ട് തരാം, ശരി ഓക്കെ മച്ചാ എന്ന് പറഞ്ഞിട്ട് വിട്ട. ഐ ഡിഡ്ന്റ് ടേക്ക് സീരിയസ്ലി. ബട്ട് സോ ഹാപ്പൻ അവൻ പറഞ്ഞ പോലെ തന്നെ ആ പാട്ട് ഭയങ്കര ഹിറ്റായി. സോ ദാറ്റ് സോങ് മേഡ് എവറിത്തിങ്. അതെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ കുറെ കോമഡി റോൾസിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. സന്താനത്തിന്റെ കൂടെയുള്ള കോമഡി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിരിക്കുന്ന കുറെ കോമഡികളായിരുന്നു. നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, നമുക്ക് എപ്പോഴും ഭയങ്കര സന്തോഷം തരുന്ന ഒരു സംഭവമായിരുന്നു. നിങ്ങൾക്ക് ആ കോംബോ എങ്ങനെ വർക്ക് ചെയ്യുന്നായിരുന്നു? ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ഓഫ് സ്ക്രീനും അതേ ഒരു കെമിസ്ട്രി, അതേ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ട്. സോ whenever we meet we have so much of fun. സോ കുറേ കാലം ഇപ്പോൾ ഒരു കംപ്ലീറ്റ് അതേപോലെ ഒരു പടം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ആഫ്റ്റർ രാജാറാണി പിന്നെ അവൻ ഹീറോ ആയിട്ട് അഭിനയിക്കാൻ ശേഷം then he was not doing ഈ ക്യാരക്ടേഴ്സ് ചെയ്തിരുന്നില്ല. സോ നൗ he said, then I told him നമുക്ക് ഒന്നായിട്ട് we have to do something like that. സോ ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ നടന്നുകൊടുക്കുന്നത്. ഓക്കെ, ഈ കോമഡി വേഷങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഞാൻ കടവുൾ വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ആ വേഷം ഏറ്റെടുക്കുമ്പോൾ എന്തായിരുന്നു മൈൻഡിലുണ്ടായിരുന്നത്? ആ വേഷം ഞാൻ എടുത്തതല്ലല്ലോ, ബാല സാർ വന്ന് വിളിച്ച് ഇങ്ങനെ ഈ പടം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എനിബഡി വുഡ് ഡു ബാല സാർസ് ഫിലിം. സോ I thought that was a big opportunity and I loved doing it. ഞാൻ കേട്ടിട്ടുണ്ട് ആ ക്യാരക്ടറിന് ഇറങ്ങാൻ കുറേ അധികം സമയം എടുത്തു എന്നുള്ളത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? 3 years അതേ താടിയും മുടിയും വെച്ചിട്ട് ഓൾവേസ് 3 years വാരണാസിയിലുണ്ടായത്. വാരണാസി പിന്നെ തേനി അങ്ങനത്തെ അവിടെയായിരുന്നു ഷൂട്ടിങ്. സോ ആ ഇമ്പാക്ട് ഇറ്റ് വാസ് ഫോർ എ വെരി ലോങ് ടൈം. മാനസികമായിട്ടോ? Okay, that it was there for some time. ആ ഒരു സ്പിരിച്വലി ഇറ്റ്സ് എ ഗുഡ് ഇമ്പാക്ട്. ഇറ്റ്സ് എ വെരി ഒരു സ്പിരിച്വൽ ഇമ്പാക്ട് എന്ന് പറയാം. വാരണാസി പോയാൽ അതിൻ്റെ ഇറ്റ്സ് എ സ്പിരിച്വൽ പ്ലേസ് ആക്ച്വലി. സോ അവിടെ പോയ ഒരു ഒരു സ്പിരിച്വൽ അവേക്കനിങ് അങ്ങനത്തെ ഒരു സംഭവം എല്ലാം നടക്കും. സോ ഐ തിങ്ക് ഐ വാസ് ബിക്കം ലിറ്റിൽ മോർ സ്പിരിച്വൽ ആഫ്റ്റർ ഡൂയിങ് ദാറ്റ്. ഈ സാർപ്പട്ട പരമ്പരയാണ് ഇപ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഫിലിം. പക്ഷെ അതിനും നല്ലൊരു മൂവിയായിരുന്നു മദ്രാസിപ്പട്ടണം. നല്ല പാട്ട്, ഇന്നും ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു പാട്ട്. അതുമാത്രമല്ല വീണ്ടും ആൾക്കാരെ മനസ്സിലൊരു ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടാക്കുന്ന ഒരു ലവർ കഥാപാത്രം. അതും ഈ പറഞ്ഞ പോലെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടേഴ്സ്. അപ്പം അന്ന് ആ ഒരു വേഷം വന്നപ്പോൾ ഇതേപോലെ ഒരു കാലഘട്ടത്തിന്റെ കഥ പറയുന്ന ഒരു ചിത്രമായിരുന്നു. അതിന്റെ ഒരു കഥ എങ്ങനെയായിരുന്നു? അത് വന്നിട്ട് ബിഫോർ പ്രീ ഇൻഡിപെൻഡൻസ് ആയിരുന്നു കഥ. അതിൽ വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ വൺ ലൈനർ എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയെങ്കിൽ ദിസ് ടു പീപ്പിൾ നോട്ട് ബി ടുഗദർ, അവൾ തിരിച്ചു പോകും. സോ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ ദെൽ ബി ഹിയർ. സോ അതായിരുന്നു ഒരു മെയിൻ നോട്ട് ഓഫ് ദ ഫിലിം. സോ ദാറ്റ് വാസ് ഐ തോട്ട് ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. സോ അങ്ങനെ പടം ഡെവലപ്പ് ചെയ്ത് ദെൻ ബിക്കെയിം മദ്രാസപട്ടണം ആൻഡ് became whatever it is. ഓക്കെ, ഇവിടുത്തെ കേരളത്തിലെ ആരാധകർ അവരെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഐ റിയലി വെരി ഹാപ്പി ബിക്കോസ് എപ്പോഴും ഒരു മലയാള പടം ഒരു തമിഴ് പടം ചെയ്യുമ്പോൾ ഐ തിങ്ക് ദേ റിയലി എൻകറേജ് മീ ടു ഡു ബെറ്റർ. സോ ഈ പടം കമ്മിങ് ആസ് എ ഫുൾ ഫ്ലെജ്ഡ് മലയാളം ഫിലിം. സോ പ്ലീസ് ഡു സപ്പോർട്ട് ആൻഡ് ഹോപ്പ്ഫുള്ളി യു ഓൾ ലൈക്ക് ദ ഫിലിം. അതെ, എങ്കിലും നമുക്കിനി ഒരു മലയാളം സംസാരിക്കണം പടം വേണ്ടേ? സംസാരിക്കണം, അടുത്ത പടത്തിൽ എന്തായാലും മലയാളം സംസാരിക്കും. അതെ, ഫസ്റ്റ് ഒരു തമിഴ് സാമ്പിൾ കൊടുത്തിട്ട് പിന്നെ ഒരു ഫുൾ ഫ്ലെജ്ഡ് മലയാളം ക്യാരക്ടറൈസ് ചെയ്യണം. അതെ, അത് നമുക്ക് മുരളിച്ചേട്ടൻ പ്രത്യേകം പറയണം. മുരളിച്ചേട്ടൻ ഡയലോഗ്സ് ഉണ്ടല്ലോ, ആ ഡയലോഗ്സ് നമുക്ക് ആര്യനെ കൊണ്ട് പറയിപ്പിക്കണം. അതുപോലത്തെ ഡയലോഗ്സ് ഉണ്ടോ തമിഴിലായാലും? കുറേ ഉണ്ടല്ലേ? അതെങ്ങനെയായിരുന്നു ആ ഡയലോഗ് ഡെലിവറി? ടഫ് ആയിരുന്നോ? ഇല്ല, അത് തമിഴിലല്ല, സുഖാണല്ലേ? അദ്ദേഹത്തിന്റെ ആ ഒരു അതേപോലത്തെ ഇപ്പൊ നമ്മൾ ടീസറിൽ കണ്ട പോലത്തെ സംഭവങ്ങളും ഈ പടത്തിനകത്തുണ്ടോ? ടീസറിനകത്ത് ഉണ്ട്. ഓക്കെ, ഞാനത് എന്നിട്ട് അവസാനം ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ എടുത്ത് നോക്കി എന്താ പറയണേന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു പ്രശ്നം അദ്ദേഹത്തിന്റെ ഉണ്ട്. നമ്മൾ 2-3 വട്ടം ചില ഡയലോഗ്സിലെല്ലാം അങ്ങനെ പറയേണ്ടി വരും. ചില കഥാപാത്രങ്ങൾ എല്ലാവരും ഒരുപോലെ സംസാരിച്ച പറ്റില്ല. അതുകൊണ്ടല്ലോ മുരളിച്ചേട്ടന്റെ സ്ക്രിപ്റ്റ് വേണമെന്ന് പറയുന്നത്. അതെ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവം അതുണ്ടല്ലോ, അത് ഉറപ്പായിട്ടുണ്ട്. എങ്കിലും കുറച്ചുകൂടെ ലൈറ്റ് ആയിരിക്കും. ഇതെല്ലാവർക്കും മനസ്സിലായി. ടിയാൻ പോലുള്ള സിനിമയല്ല. അതെ, പറയണോ? ഞാൻ വിഷമിച്ച കാര്യമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉണ്ടായിരുന്നു ടിയാന് ശേഷം അങ്ങനത്തെ? എനിക്കുണ്ടായിരുന്നു. ഞാൻ വളരെ ആഗ്രഹിച്ച് വളരെ കഷ്ടപ്പെട്ട് ചെയ്ത സിനിമയാണ് അത്. ഇപ്പൊ എല്ലാവരും നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ അന്ന് നന്നായിരിക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. അന്ന് അത്ര അത് വിചാരിക്കുന്ന അത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല.
അതിനുശേഷം ടിയാൻ്റെ ഡയറക്ടറാണ്, ടിയാൻ ചെയ്ത സിനിമയാണെന്ന് പറഞ്ഞ് കൾട്ടാണ് ഇപ്പോൾ. അത് പറയുമ്പോൾ നമുക്ക് അന്നല്ലയോടോ ഇത് പറയേണ്ടതെന്ന് തോന്നാറുണ്ട്. അപ്പൊ അത് ഇതിൽ വരരുതെന്നാണ് പ്രാർത്ഥന. അതെ, കുറെ പേർക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്, എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് കഥാപാത്രങ്ങൾ. ഉണ്ട്. ആ സമയത്ത് ഒരുപാടുണ്ടായിരുന്നു, ഇപ്പം തീരെ ഇല്ല. പക്ഷേ എനിക്കൊന്നും ഈ കോവിഡിൻ്റെ സമയമൊക്കെ, ഈ കോവിഡ് ടൈമിലൊക്കെയാണ് അത് മാറിയത്. ഇപ്പം സിനിമ അതിന് മുമ്പ് ഇതിന് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം സിനിമയിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഉള്ള യങ്സ്റ്റേഴ്സൊക്കെ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും. നമ്മളൊരു 10 സീന് മുന്നേ ഓടണം. ഇപ്പം അവർക്ക് പഴയതുപോലെ അവർ കണ്ടിരിക്കില്ല. ഓക്കെ, മാറ്റമുണ്ട്. അപ്പം നീ പറയൂ, ഈ ഒരു പറഞ്ഞ സംഭവം സിനിമയ്ക്കകത്ത് എങ്ങനെയാണ് വന്നിരിക്കണേ? മുരളിച്ചേട്ടൻ്റെ സംഭാഷണമാണ് എങ്ങനെയാണ് വർക്ക് ചെയ്തിരിക്കണേ? ഗംഭീര ഡയലോഗ്സ് ആണ് എല്ലാം. ഇപ്പം നമ്മൾ ഫുൾ സ്ക്രിപ്റ്റും ആദ്യം തന്നെ മുരളിച്ചേട്ടൻ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു മുത്തും. സ്ക്രിപ്റ്റ് പറയുമ്പോൾ തന്നെ ഒരു ചില മെയിൻ ഡയലോഗ്സ് മാത്രമായിട്ടൊന്ന് എടുത്ത് പറയും. അപ്പം അത് കേൾക്കുന്ന മുരളിച്ചേട്ടൻ പറയുന്നതേ ആ ഒരു ടോണിലാണ്. ക്യാരക്ടർ എങ്ങനെയാണോ പറയുന്നത് ആ ടോണിലാണ് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ കുറിച്ച് നമുക്ക് പറയണ്ടല്ലോ, ഏറ്റവും നന്നായിട്ട് സ്ക്രീൻ പ്ലേ ചെയ്യുന്ന അദ്ദേഹമാണ്. എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷവും അത് തന്നെയാണ്. എനിക്ക് ആ ഒരു സ്ക്രീൻ പ്ലേയിൽ ഒരു ക്യാരക്ടർ വരുന്നു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷവും എന്ന കാര്യം തന്നെയാണ്. ഞാൻ ചെറിയൊരു റാപ്പിഡ് ഫയറിലേക്ക് പോയിക്കോട്ടെ, പെട്ടെന്ന് പെട്ടെന്ന് പറയണേ. ഓക്കെ, ജംഷാദിന് ഇന്ന് ഏറ്റവും അധികം മിസ് ചെയ്യുന്ന സംഭവം എന്താ? മിസ് ചെയ്യുന്നത് ആര്യക്കല്ല, ജംഷാദിന് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്? ഒന്നുമില്ല, ഒന്നും മിസ് ചെയ്യുന്നില്ല. ഒന്നും മിസ് ചെയ്യുന്നില്ല. ആഹാ, ഓക്കെ. ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള, കരിയറിൽ ഏറ്റവും അണ്ടർ റേറ്റഡ് ആണെന്ന് തോന്നിയിട്ടുള്ളൊരു സിനിമ, ഇത് ഇങ്ങനെയല്ല ആൾക്കാർ ഒന്നും കൂടെ സംസാരിക്കേണ്ടിയിരുന്നു എന്ന് തോന്നിയിട്ടുള്ള പടം? മീഗമൻ. ഓക്കെ, ശരി. അതുപോലെ തന്നെ മലയാളത്തിൽ അത് ഞാൻ ചെയ്തിരുന്നെങ്കിൽ എന്ന് അത്ര ആഗ്രഹിച്ച ഒരു സിനിമ? കുറേ സിനിമ. ഐ തിങ്ക് ആവേശം. ഐ റിയലി ലൈക്ഡ് ഫഹദിന്റെ രംഗണ്ണൻ. അങ്ങനത്തെ ഒരു പടം വരട്ടെ, അതേപോലെ ഭാഷ പറയാൻ പറ്റുന്നൊരു പടം വരട്ടെ. അതുപോലെ തന്നെ ഒരു സംവിധായകനെ ഇപ്പോൾ വന്നിട്ട് ഒരു കഥ പറയാണ്, അപ്പം തന്നെ യെസ് പറയുന്നത് ആരോടായിരിക്കും? ഓക്കെ, ശരി. ഫാൻസ് ചെയ്തിട്ടുള്ള ഏറ്റവും ക്രേസി ആയിട്ടുള്ള ഒരു കാര്യം? ഫാൻസ് ഇപ്പൊ ആരും ഫാൻസ് ഒന്നും ചെയ്യുന്നില്ല, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് അയക്കുന്നത്. എവരിബഡി ഈസ് ബിസി. പണ്ട് തുടങ്ങിയ കാലത്ത് ഉണ്ടാവില്ലേ? വെരി എക്സൈറ്റഡ്. They give me flowers, letters. I think it's very unassuming. എവിടുന്നെങ്കിലും ട്രാവൽ ചെയ്ത് വന്ന് ഗിഫ്റ്റ്സ് തരുന്നത്, ഐ തിങ്ക് ഇറ്റ്സ് വെരി വെരി ടച്ചിങ്. അങ്ങനെ അവർ ചെയ്യേണ്ട ആവശ്യമില്ല. They can just admire or say hi or take a picture, but they come with you ഒരു ഗിഫ്റ്റെല്ലാം തന്ന് വെരി ഹാപ്പി. സോ അങ്ങനത്തെ ഒരു, പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ട് എന്താ വെച്ചാൽ സാർപ്പട്ട പടം കണ്ടതിന് ശേഷം സോ മെനി പീപ്പിൾ, ഐ ഡോണ്ട് നോ, ആ പടം കണ്ടതിന് ശേഷം ദേ ട്രാൻസ്ഫോം ദംസെൽവ്. ഒരു ഡൗൺഫോൾ ഉണ്ടായിട്ട് ദെൻ ദേ കം അപ്പ്. സോ അവർ വന്നിട്ട് ദേ കം ആൻഡ് ടെൽ മീ, ഞാൻ ഭയങ്കര ഒരു ഡൗൺഫോളിലായിരുന്നു, പടം കണ്ടതിന് ശേഷം ഐ woke up, I started training. ഇപ്പോൾ ഐ എം വെരി ഹാപ്പി, താങ്ക്സ് ഫോർ. അങ്ങനെ പറയുമ്പോൾ ഫീൽ വെരി ഗ്രേറ്റ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് പടങ്ങൾ ചെയ്താലും നമ്മൾ ഒരു ലൈഫിൽ ഒരു ചേഞ്ചസ് വരുത്താൻ പറ്റുന്നതിലൊരു സാറ്റിസ്ഫാക്ഷൻ. കേരളത്തിൽ നല്ല ചെറിയ പ്രായത്തിൽ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയതായിരുന്നില്ലേ, കേരളത്തിൽ ഏറ്റവും മിസ് ചെയ്യുന്നത് എന്താ? മിനി കേരളം, തമിഴ്നാട് ഇസ് മിനി കേരളം. വീട്ടിലുള്ള എല്ലാവരും ഉണ്ടല്ലോ. സോ ഐ തിങ്ക് maybe playing in the fields, that's the thing I miss. എങ്കിലും ഇവിടെ വരുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? ഫുഡ് അറിയാൻ, ഡയറ്റ് ആണ്? ഇല്ല, ഫുഡ് ഇവിടെ വരുമ്പോൾ കേരള ഫുഡ് മോസ്റ്റ്ലി. ഡയറ്റ് നോക്കില്ല? ഡയറ്റ് ഒപ്പം നോക്കില്ല. ഡയറ്റ് നോക്കില്ലെന്നോ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ആര് വന്നിട്ട് ഫിറ്റ്നസിന്റെ കാര്യം പറഞ്ഞാൽ അപ്പോൾ ഡംബൽ എടുത്ത് ഡയറ്റ് വന്ന് പടത്തിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മേ ബി ഐ ഡു ഡയറ്റ്, ബട്ട് ജനറലി നോ ഡയറ്റ്. വിശ്വസില്ല. ഞാൻ പറഞ്ഞില്ലേ 13 വർഷത്തിന് ശേഷം ഞങ്ങൾ കാണുമ്പോഴും അതേ ആളെ ഞങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഡയറ്റ്, അതേ ഫുഡ് കഴിക്കുന്നുണ്ട്, അതേ ഫുഡ്, അതേ എക്സസൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എങ്കിലും ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതപ്പോ? ബിരിയാണി. ഞങ്ങൾ ഇന്ന് ബിരിയാണി കഴിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു അദ്ദേഹം ഇതൊന്നും കഴിക്കില്ല കേട്ടോ, ഇതൊക്കെ മാറ്റി വെക്കുന്നു. ആഹാ, ഓക്കെ, ശരി. ഇപ്പം ഇവിടെ ഫോണിൽ ഏറ്റവും കൂടുതലുള്ളത് ഫിറ്റ്നസിനെ കുറിച്ചിട്ടുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പാണോ അതോ സിനിമയെ കുറിച്ച് സംസാരിക്കുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പാണോ? എൻ്റെ ഇൻസ്റ്റാഗ്രാം മറ്റേ സെർച്ച് പ്രൊഫൈൽ പറഞ്ഞ ഫുള്ള് ഫിറ്റ്നസ്, ഫുട്ബോൾ. അപ്പോൾ സായിഷ വന്ന് നോക്കിയാൽ അവിടെ ഫോണിൽ വന്നിട്ട് ഫുൾ ഡാൻസും മറ്റേ ഓൾ ദിസ് റീൽസ് ആൻഡ് mostly it is all about fitness and most about some. I love football. I love that's like my favorite game.
സോ അതിനെക്കുറിച്ചുള്ള എല്ലാ പോസ്റ്റും വന്നുകൊണ്ട് ദാറ്റ് ഫീഡ് യു ഗെറ്റ് നോ the more you see whatever you are seeing that ഫീഡിലും അതിനെക്കുറിച്ച് മാത്രമല്ല വരുന്നത്. സോ മൈ ഹോൾ ഫീഡ് വിൽ ബി എക്സസൈസ് ആൻഡ് ഫുട്ബോൾ. ഓക്കെ, എങ്കിലും പെട്ടെന്ന് ഇപ്പോൾ അപ്പാനി വന്നിട്ട് ചോദിക്കുകയാണ് എനിക്ക് പെട്ടെന്നൊരു ഫിറ്റ്നസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനിക്കൊന്ന് തടി കുറക്കണം അല്ലെങ്കിൽ തടിക്കണം എന്ന് പറയുകയാണെങ്കിൽ എന്താ ഫസ്റ്റ് പറയാം? എന്താ നേരത്തെ പറഞ്ഞ ഡയറ്റ് എടുക്കാൻ ഉപദേശിക്കുകയാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ സെറ്റിൽ അങ്ങനെ ജിമ്മിലേക്ക് കൂട്ടാൻ പറ്റുന്ന ബെസ്റ്റ് പാർട്ട്ണറാന്ന് തോന്നിയിട്ടുള്ളത് ആരെ? ഓക്കെ, ശരി. ഈ സൈക്ലിങ്ങിനോടുള്ള ഒരു പാഷനോ, അത് എനിക്ക് തോന്നുന്നു അതൊരു ഇഷ്ടവും കൂടിയിട്ടാണ്, ഭയങ്കര വലിയൊരു പാഷനും കൂടിയിട്ടാണെന്ന് അറിയാം. അപ്പം അതിനോടുള്ള ഒരു പാഷൻ എങ്ങനെയാണ് അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്? അത് ലൈക്ക് മെഡിറ്റേഷൻ, ഒരു നമ്മൾ അലോൺ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഐ തിങ്ക് സൈക്ലിംഗ് ഇസ് ദ ബെസ്റ്റ് തിങ് ഫോർ മീ. സൈക്കിളിൽ നമ്മൾ 1 or 2-3 hours ട്രാവൽ ചെയ്യുമ്പോൾ യു ഡോണ്ട് തിങ്ക് എനിത്തിങ്, യു ജസ്റ്റ് തിങ്ക് അബൌട്ട് യുവർ സെൽഫ്, introspect your life, അങ്ങനത്തെ പ്രോബ്ലം സോൾവിങ്. സോ ഐ എൻജോയ് ദാറ്റ് പ്രോസസ്. ഓക്കെ.